സത്യം പറയണമെന്നാണോ പറയണോ? സത്യം പറയണം. ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ഒന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ചെല്ലാൻ നേരത്തെ എനിക്ക് നോറയായിട്ട് അങ്ങനെ ഒരു സാധനമില്ല. കാരണം ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയത് നോറയായിട്ടാണ്. എനിക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനത് ഈ പുറത്ത് പറയുന്ന ഈ കോംബോ എന്നൊരു വേർഡ് പോലും ഞാൻ അവരെ നോക്കി കാണുന്നില്ല. ഞാൻ അവരെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ അർജുൻ ശ്രീതു അവർ തമ്മിലുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. എനിക്ക് ബിഗ് ബോസ് ലവ് ലെറ്റർ വന്നോ ലാലേട്ടന്റെ മോളാണ് ഞാൻ, ബിഗ് ബോസിന്റെ മരുമോളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനമേ എനിക്കുള്ളൂ. അതിൽ എന്നെ ഫേവർ ചെയ്താണ് അല്ലെങ്കിൽ എനിക്ക് ഫേവർ ചെയ്താണ് ഈ ചാനൽ നിൽക്കുന്നതെന്ന് പറയും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇറങ്ങിയിരുന്നു. എന്നെ ആ ചാനൽ ഫേവർ ചെയ്തിട്ടേ ഇല്ല. എന്നെ ഫേവർ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും നെഗറ്റീവ് ഷെയ്ഡായി പുറത്ത് പോവില്ലായിരുന്നു. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ ചപ്പാത്തി തുമ്മുന്നതും അതും ഇതും മറ്റത് മറിച്ചതൊന്നും ഇവരാരും മെയിൻ എപ്പിസോഡിൽ എടുത്തത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. ജാസ്മിൻ ഒരു ടിഷ്യൂ കളയുന്നത് വരെ അത് സൂം ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പോസിറ്റീവുകളും എൻ്റെ ഒരു നല്ലതും എവിടെയും അവർ കാണിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഗബ്രി എന്നുള്ള ഒരു സാധനം അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു ലവ് ട്രാക്ക് പോലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പോലോ അവർ പ്രൊജക്ട് ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ പുറത്ത് നിന്നുകൊണ്ട് ഒരു കൂട്ടം സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വേറെ കുറെ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയില്ലേ, ഞാൻ വിശ്വസിച്ച കുറെ ആൾക്കാർ ഇതും കൂടെ ഇപ്പൊ ക്ലാഷ് ആയി. ഫൈനൽ 5 വരുമ്പോൾ കപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ല. ഫൈനൽ 5 വരുന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നല്ലോ. എന്നെ ഇത്രയും പേര് വെറുക്കുന്നു ഡേ ബൈ ഡേ ഞാൻ അവിടെ കേൾക്കുന്ന ഒരു സാധനം. ഞാൻ തന്നെ ഓരോ വീക്കും ഞാൻ സേവ് ആവുമ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ സേവ് ആവുന്നേ. പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും ഇത്രയും വെറുപ്പുണ്ടായിട്ടും ഞാൻ നിന്നില്ലേ. അകത്ത് അത്രയും ഒറ്റപ്പെടലുണ്ടായിട്ടും അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അത്രയും ഇതുണ്ടായിട്ട് ഞാൻ നിന്നില്ലേ എന്നുള്ള അഭിമാനമുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ അല്ലെങ്കിൽ വെറുക്കുന്നില്ലേ അതൊക്കെ സെക്കൻഡ് മാറ്റർ ആണ്. ബട്ട് ഞാൻ എന്താണോ ഞാൻ അതായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഫേക്ക് ചെയ്തിട്ടില്ല. വഴി കൂടെ പോകുന്ന വള്ളി ഏണി വെച്ച് എത്തിക്കറിയാൻ പിടിക്കും എന്നുള്ളത് ദേഷ്യവും ഇതൊക്കെ എനിക്കുള്ളതാണ്. പലർക്കും അത് പ്രശ്നമായിരിക്കും. പക്ഷെ അത് ഞാനാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഞാനിങ്ങനെ ആയിപ്പോയി. നോറയും ജാസ്മിനും തമ്മിൽ എങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ നോറ തെറ്റിപ്പോകുമ്പോഴും ജാസ്മിനെ പല സ്ഥലത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലയിടങ്ങളിലൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഡബിൾ പണിഷ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ ഇല്ല ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതല്ലേ ഇനി വീണ്ടും ജാസ്മിനെ പണിഷ് ചെയ്യണ്ട എന്ന് നോറ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ജാസ്മിൻ അടുത്തില്ല. എന്തുകൊണ്ടായിരിക്കും നോറയോട് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ടത്? നോറയോട് ഞാൻ ഡിസ്റ്റൻസ് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ആദ്യമൊക്കെ ഞാൻ കുറേ വട്ടം ഞാൻ നിന്നിട്ടുള്ള ഒരാളാണ് നോറ. പിന്നെ നമുക്ക് അവിടുത്തെ ഒരു ഇതാ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അവളും ഞാനും ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് റസ്മിൻ. അപ്പം റസ്മിനും ഞാനും തമ്മിലുള്ള ഒരു ഇതിനകത്ത് ഇവള് ചെറിയ ക്ലാഷ് ഒക്കെ വരുമ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമായിരുന്നു. റസ്മിൻ എന്നുള്ളതിനകത്ത് ഇവള് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇടുന്നു എന്നുള്ളൊരു സാധനമായിരുന്നു. അതല്ലാതെ എനിക്ക് ആ കൊച്ചിനോട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് കുറവോ സ്നേഹക്കുറവൊന്നുമില്ല. ഇപ്പൊ എല്ലാവരുടെ ഇപ്പൊ എല്ലാ ക്ഷണിക്കുകയും പുറകെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആദ്യം തന്നെ അത് ഞാൻ തിരുത്താം. ഞാൻ പറയേണ്ടതൊക്കെ പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ ഞാനത് വെച്ചോണ്ടിരിക്കത്തില്ല എന്നേ ഉള്ളൂ. ദേഷ്യം വെച്ചോണ്ടിരിക്കേണ്ട കാര്യം വെച്ചോണ്ടിരിക്കാൻ നമുക്കവിടെ പറ്റൂല. പറ്റുന്നവർ കാണാം, എനിക്കത് പറ്റൂല കേട്ടാ. മെയിനായിട്ട് ഞാൻ അങ്ങനെ ദേഷ്യം വെച്ചോണ്ടിരിക്കുന്ന ഒരാളല്ല. പിന്നെ ഓൾറെഡി നമ്മൾ ആ വീട്ടിനകത്ത് ഇത്ര മുഖങ്ങൾ കാണുന്നത് എന്ത് ദേഷ്യം വെച്ചോണ്ടിരിക്കാനാ? അങ്ങനെ നമുക്കവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെച്ചോണ്ടിരുന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ അത് അലട്ടുന്നത് നമ്മളെ ആയിരിക്കും. നമ്മൾ ഇവരടുത്ത് മിണ്ടുന്നില്ലല്ലോ, ഇവരുടെ അടുത്ത് മാറി നടക്കണമല്ലോ, അത് നമുക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് നമുക്ക് പറ്റത്തില്ല. അപ്പം ഈ പറയുന്ന നോറടുത്തായാലും ഞാൻ മിണ്ടും. പിന്നെ നമ്മളോട് തിരിച്ച് മിണ്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് മിണ്ടാൻ ശ്രമിക്കില്ല. എന്നും പറഞ്ഞാൽ അവൾ എന്നോട് മിണ്ടിയാൽ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കും. അല്ലാതെ എനിക്ക് കൊച്ചിനോട് അങ്ങനെ ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല. അത് ആ ഒരു ഗെയിമിന്റെ സെൻസിൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെന്നല്ലാതെ. നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ ആക്ച്വലി നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ തമ്മിൽ ചെറിയ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ചെല്ലാൻ നേരത്തെ എനിക്ക് നോറയായിട്ട് അങ്ങനെ ഒരു സാധനമില്ല. കാരണം ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയത് നോറയായിട്ടാ. എനിക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമൊന്നല്ല. പക്ഷെ എനിക്ക് ഇതിനോട് ഒരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല, ഒന്നുമില്ല, നോർമൽ. ഈ സൈബർ ബുള്ളിങ് നേരിടുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അത് നന്നായിട്ട് നേരിട്ടു, ഇപ്പൊ പഠിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ കരകയറി വന്നു എങ്കിലും ചിലതൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ വിടുന്നുണ്ട്. കാരണം പേടിച്ചിട്ടാണോ? ഈ പല കാര്യങ്ങളും കാണുന്നില്ലല്ലോ ഇപ്പോഴും. പൂർണ്ണമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരുന്ന് തപ്പി നോക്കുന്ന പരിപാടിയില്ല. അത് പേടിച്ചിട്ടാണോ ശരിക്കും ചെയ്യാത്തത്? അല്ല അയ്യോ അങ്ങനൊന്നുമില്ല. ഞാൻ കുറവാണ്. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ ആ ഒരു മൈൻഡിലോട്ട് ഞാൻ എത്തി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ഞാൻ ആക്റ്റീവായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അത് ആരെയും പേടിച്ചിട്ടോ ഒന്നുമല്ല. നമ്മളെന്താ എത്താൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതിൻ്റെ ഒരു ഇതേ ഉള്ളല്ലോ. അത് ആരോടും പേടിയോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സിനാരിയോയിൽ ഇപ്പോൾ ജാസ്മിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന കുറേ കുറ്റങ്ങൾ പലതരത്തിലാണ്. ഇത് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സൊസൈറ്റി ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ആക്ച്വലി ഇത്രയും നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്തത് പർപ്പസ്ഫുള്ളി ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ, ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക? പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുണ്ടവരുണ്ടാവാം. പിന്നെ
സൊസൈറ്റി, അതിപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ആൺപിള്ളേർ പെൺപിള്ളേർ അല്ലെങ്കിൽ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമാണ്. എല്ലാവരും അല്ല, സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആൾക്കാർ അവർക്ക് ഇപ്പോഴും ഈ ചെയ്തത് പെൺകൊച്ച് എന്നുള്ളൊരു സെൻസിലുള്ള ഒരു പ്രശ്നമാണ്. എനിക്ക് പകരം ഒരാണായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. അതേപോലെ സഹായിച്ച ഒരുപാട് പേരുണ്ടാവും. ഇപ്പം നമ്മൾ ശ്രമിക്കാതെ തന്നെ സഹായിച്ചിട്ടുണ്ടാവും. ഇപ്പം മത്സരിച്ച് ജയിച്ചു വന്നതിന് ശേഷം ഒരുപാട് പേര് കാണാൻ വരും. അതിൽ ഈ കുട്ടികളും ഉമ്മമാരും ഒക്കെ വന്നിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടിയ ഒരു ഹാപ്പിനെസ് ഉണ്ട്, പക്ഷേ ഒരു ഹീലിംഗ് ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് അനുഭവിച്ചില്ലേ ഈ സമയത്ത്? ഉമ്മമാര് പിള്ളേർ വീട്ടിൽ വരിക മാത്രമല്ല, കുറേ ആൾക്കാരുണ്ട്. ഇപ്പം റസ്മിൻ എൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞിട്ട് റസ്മിൻ്റെ ഇൻബോക്സ് നിറച്ചും എൻ്റെ മെസ്സേജാണ്. എനിക്ക് ഞാൻ ഓക്കെ ആണോ, ഞാൻ അതാണോ ഇതാണോ. പിന്നെ എനിക്ക് അറിയാവുന്ന ക്ലോസ് സർക്കിളിലുള്ള എല്ലാവർക്കും മെസ്സേജ് പോകുന്നത് ഞാൻ ഓക്കെ ആണോ, ഇപ്പം അത്താക്കാണെങ്കിൽ കൊച്ചിനെ നോക്കണം അതായിക്കണം, കൺസേൺ ആണ്. ഇപ്പം പുറത്തിറങ്ങിയിട്ട് ഞാനിത് എങ്ങനെ താങ്ങും, അല്ലെങ്കിൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺസേൺ ആണ്. ആക്ച്വലി ഞാൻ ഈ സാധനം ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ ഈ കുറെ പേരുടെ സ്നേഹമുള്ളതുകൊണ്ടാണ്. മനസ്സിലായി? നമ്മൾ ഒരു വശത്ത് നമ്മളെ ഇതിങ്ങനെ തകർക്കുന്നു എന്നറിയുമ്പം ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൈ പിടിക്കുക, മക്കളെ നീ ഒരു കാരണം കൊണ്ടും വിഷമിക്കേണ്ട, നമ്മളുണ്ട് എന്നുള്ള ഒരു എന്താ പറയുക, അവരുടെ കൺസേൺ, അവരുടെ ഒരു ഇഷ്ടം, അതിനൊക്കെ എനിക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്താ ഇതിനപ്പുറം എനിക്കൊന്നും പറയാറിയത്തില്ല. എന്താ അവരിപ്പോൾ വിളിക്കുകയാണെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിലും സ്റ്റിൽ ഇപ്പോൾ വരെ കാണാൻ വേണ്ടി വരുന്നതാണെങ്കിലും അവരാണെങ്കിലും ഇവരാണെങ്കിലും കുഞ്ഞു മക്കളെ കൊണ്ട് ഉമ്മമാർ വരുന്നുണ്ട്, കുറേ കാക്കമാർ വരുന്നുണ്ട്, അവർ വരുന്നുണ്ട്, ഇവർ വരുന്നുണ്ട്, ലോകത്തിന്റെ പല അറ്റത്തുനിന്നുണ്ട്. അപ്പം എന്താ പറയാ, ഇതൊന്നും ഞാൻ ഒന്നും കൊടുത്തിട്ടല്ല. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് നാളെ ഇത് എന്റെ കയ്യിൽ നിന്ന് ഇത്ര ഇത് കിട്ടുമോ അല്ലെങ്കിൽ അത് കിട്ടും ഒന്നുമല്ല, സ്നേഹം കൊണ്ട് ചെയ്യുന്നതാ. എനിക്ക് അവർക്ക് ഇപ്പൊ എന്തെങ്കിലും കൊടുത്താലും തികയത്തില്ല, കാരണം അത്രയും നിൽക്കുന്നുണ്ട്. ഒരു ഇത്തമുണ്ട് കേട്ടോ, ഇവിടെ വന്നൊരിത്താണ്. ആ ഇത്ത ഉമ്മ പറയുന്നതൊക്കെ എന്നെ ഒരു അനിയത്തിയെ പോലെ, എന്നെ ആരും ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ഒക്കത്തില്ല. അങ്ങനെ നിൽക്കുന്ന കുറെ പേരുണ്ട്. ഇവർക്കൊക്കെ എന്ത് കൊടുക്കാൻ പറ്റുമോ, ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, നന്ദി അല്ലാതെ ഒന്നുമില്ല. അതൊക്കെ അറിയാതെ തന്നെ PR വർക്ക് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ടാവില്ല, ജാസ്മിനെ ഇഷ്ടം കൊണ്ട് ചെയ്ത കുറെ PR വർക്ക്സ് ഉണ്ട്. അതൊക്കെ ഒരു തരത്തിൽ ഇതുവരെ എത്താൻ സഹായിച്ചിട്ടില്ലേ? PR വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്നെ തുടക്ക സമയം തൊട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിലുള്ള ഒരു യൂട്യൂബർ ആണല്ലോ, അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവർ തൊട്ട് ഈ സെക്കൻഡ് വീക്ക് ആണെങ്കിലും ഫസ്റ്റ് വീക്ക് ആണെങ്കിലും നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് മാറത്തില്ല. അപ്പൊ ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു കമന്റ് ബോക്സിൽ ജാസ്മിൻ നല്ലതെന്നൊരു കമന്റോന്നോ ഇവരുടെ വാപ്പാക്കും ഉമ്മാക്കും ഉള്ള വിളിയും ഇവരെ ചീത്ത വിളിക്കും എന്നെ പറയുന്നത് പോലെ പള്ളവരെയും പറയും. അപ്പൊ അവരെയും കൂടെ പറയുമ്പോൾ എന്നിട്ട് ഇവർക്ക് എന്തെന്ന് പറയാ, ഒരു കൂട്ടം ആൾക്കാർക്ക് മുന്നോട്ട് വന്ന് നിന്ന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് പറയാൻ പേടിയായി തുടങ്ങി. കാരണം അത്രത്തോളം സൈബർ ബുള്ളിങ് ഇവർക്കൂടെ വരാൻ തുടങ്ങി. ഈ ഒരു കമന്റ് വന്നാലും ഈവൻ ഒരു ഫേക്കിൽ നിന്നാണെങ്കിലും റിയലിൽ നിന്നാണെങ്കിലും ഇവർക്കും കൂടി ഈ സൈബർ ബുള്ളിങ് വരാൻ തുടങ്ങിയോണ്ട് ഇവർക്ക് കുറെ പേർക്ക് പേടിയായി തുടങ്ങി. പിന്നെ കുറെ പേരിന് ഇപ്പൊ എന്തോ വരട്ടെ ഞങ്ങൾ ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ വരാൻ തുടങ്ങി. അതൊരു സമയം കഴിഞ്ഞപ്പോഴാണ് എന്തായത്, ഒന്ന് അടങ്ങി ഒന്ന് ഇതായതിനു ശേഷം ഇവർ PR അല്ലെങ്കിൽ ഇവരാണ് എൻ്റെ PR എന്നുള്ള രീതിയിൽ ഞാനൊരു കൊച്ചിനൊരു പോസ്റ്റ് കണ്ടതാണ്. ഇപ്പം ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാണ്, ഇപ്പം എനിക്ക് പേര് വരും ജാസ്മിൻ PR എന്ന്. അതെ, ഞാൻ ജാസ്മിൻ PR ആണ്. ആ കൊച്ചിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ എന്നിട്ട് എൻ്റെ കുറേ നല്ല കാര്യങ്ങൾ അതൊക്കെ എഴുതിയിട്ട് ഇതെല്ലാം കാണാതെ ജാസ്മിൻ്റെ നെഗറ്റീവ് മാത്രം കണ്ടിട്ട് ജാസ്മിനെ കുറ്റപ്പെടുത്തുകയും ഈ പോസിറ്റീവ് കണ്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജാസ്മിൻ PR ആവുകയാണെങ്കിൽ അതെ, ഞാൻ പ്രൗഡായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ജാസ്മിൻ PR എന്ന് പറഞ്ഞ ഒരു കൊച്ചിൻ്റെ ഒരു പോസ്റ്റ്. അതൊക്കെ നമുക്ക് സന്തോഷമാണ്. ഇത്രയും അവരെ വിഷമിപ്പിച്ചിട്ടോ ഇല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ പറഞ്ഞിട്ട് ഇവർ നമുക്ക് വേണ്ടി എന്ത് പ്രതീക്ഷ, എൻ്റെ ചോരയാണോ അല്ലെങ്കിൽ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ, ഒന്നുമില്ല, നമുക്ക് വേണ്ടി നിൽക്കുന്നതാ. അങ്ങനെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ PR എന്ന് പറഞ്ഞ് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ PR ഇൻ ദ സെൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഞാൻ പറയണേ. അപ്പൊ ഈ എൻ്റെ സപ്പോർട്ടർ ആണെന്നുള്ള പേരിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ചീത്ത വിളിക്കുകയും അതേപോലെ അല്ലാതെ അവരുടെ വീട്ടുകാരെ കയറി പറയും ഇവരുടെ വീട്ടുകാരെ കയറി പറയും ഇവരെൻ്റെ സപ്പോർട്ടേഴ്സ് അല്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു PR ടീം കളിയാണ് എന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പം എൻ്റെ പേരും പറഞ്ഞ് ഇപ്പൊ കുറെ ഞാൻ കണ്ടുകൊണ്ട് ജാസ്മിന്റെ കുറെ ടോക്സിക് ഫാൻസ് ഉണ്ടെന്ന്. ഈ ടോക്സിക് എൻ്റെ ഫാൻസിനെ എന്ന് പറഞ്ഞാൽ എൻ്റെ സപ്പോർട്ടേഴ്സിനെ ഞാൻ കുറെ എടുത്ത് ഞാൻ ഗൂഗിൾ മീറ്റും അതും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ബ്രാഞ്ചസിന്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇവരൊക്കെ വളരെ സാധാരണപ്പെട്ടവരാണ്, സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവരോട് ആരോടും സംസാരിച്ചില്ല, എനിക്ക് ടോക്സിസിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല. അവർക്ക് ആകെ ഉള്ള ഒരൊറ്റ സാധനം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജാസ്മിൻ മെന്റൽ സ്റ്റേറ്റ് ഒക്കെ ആയിരിക്കണം, ജാസ്മിൻ ഹാപ്പി ആയിരിക്കണം, ഈ സാധനങ്ങളേ ഉള്ളൂ. അല്ലാതെ വേറെ കണ്ടസ്റ്റൻസിനെ എന്നെ ഗൂഗിൾ മീറ്റ് ചെയ്താലും എന്നെ ഇവിടെ കണ്ടതിലും അവർ നിന്നെ ഇങ്ങനെ ചെയ്തില്ല, ഇവർ നിന്നെ വിട്ടേക്ക് മക്കളെ എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന ബാക്കി കണ്ടസ്റ്റൻസിനെ ചീത്ത വിളിക്കുക എന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ PR എന്നും പറഞ്ഞ് ഇവരെ പോയിട്ട് ഇത് പറയുമ്പോൾ
ഉറപ്പായും നെഗറ്റീവ് ആർക്കേ വരുള്ളൂ, എനിക്കേ വരുള്ളൂ. അതൊരു കളിയാണ് ഇതിനകത്തെ, ഉറപ്പായും അതൊരു കളിയാണ്. ഇപ്പം വേറൊരു കണ്ടസ്റ്റന്റിനെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എന്നെ വന്ന് ചീത്ത വിളിക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പുള്ളിയെ വെറുക്കും. ഈ പറയുന്ന ആർമി ആയിരിക്കില്ല വെറുക്കുന്നത്, പുള്ളി ആയിരിക്കും വെറുക്കുന്നത്. അങ്ങനെ കുറച്ച് കളികളും ഇതിനകത്തുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സപ്പോർട്ട് ചെയ്താണ് ഡ്രസ്സ് അയച്ചു തന്നു. ഇപ്പോൾ ഡ്രസ്സ് അയച്ചു തരുന്നത് സ്പോൺസർ ചെയ്ത ടീമുണ്ടല്ലോ, അവരും ഒരു സപ്പോർട്ടേഴ്സ് അല്ലേ ശരിക്കും? പിന്നല്ലേ, നമ്മളിപ്പം അതിനകത്തായിരിക്കുമ്പോൾ എനിക്ക് ഒരു സമയത്തിട്ട് എനിക്ക് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത് ഈ പറയുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇല്ലേ, ഫ്രണ്ട്സ് ആയിരുന്ന കുറച്ച് പേരില്ലേ, ഇവരെയാണ് ഞാൻ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പൊ ഇവരെ ഏൽപ്പിച്ചിട്ട് പോയപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരൊരു ഇത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് എനിക്ക് അങ്ങോട്ട് അയക്കണ്ട എന്നുള്ള കണ്ടീഷൻ ഇവർ തന്നെ വെച്ചു. ഇനി ജാസ്മിൻ ഡ്രസ്സ് കൊടുക്കണ്ട. അപ്പൊ ഈ പറയുന്ന ബുട്ടീക്കാരും അറിയുന്നില്ല, ഈവൻ എൻ്റെ ഫാമിലിക്കും അറിയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന്. ഞാൻ അവിടെ നിന്ന് എനിക്ക് ഡ്രസ്സില്ലേ എന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പം എന്റെ മനസ്സിലെന്തോ ഇവരുടെ കയ്യിലും ഈ പുള്ളി നമ്പർ കൊടുത്തിട്ടുണ്ടാവും. പറയുന്ന റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ കേട്ടോ, പുള്ളിക്കാണ് ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ട് പോയത്. അപ്പൊ ഇവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇവർ നമ്പർ ചോദിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കുറേ ചോദിച്ചിട്ടാണ് നമ്പറൊക്കെ കൊടുക്കണേ. അപ്പം അതിന് ശേഷമാണ് എനിക്ക് ഡ്രസ്സ് ആഴ്ചയിൽ എനിക്ക് അയച്ചു തരാൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് അമിക് ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഇപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് എനിക്ക് അവരാണ് കൂടുതലും ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരുന്നത്. അപ്പം അമിക് ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ദുബായിൽ പോയപ്പോഴും അവരുടെ ഡ്രസ്സായിരുന്നു ഇട്ടത്. പിന്നെ എനിക്ക് വേറെ കുറച്ച് ഡ്രസ്സ് തന്നിട്ടുള്ള കുറേ അധികം ഇതുണ്ട്, നമ്മുടെ മൂൺ ഗോഡൻസ്, പിന്നെ ഏതൊക്കെയോ 2-3 ബുട്ടിക്കുകളുണ്ട്. മെയിനായിട്ട് എനിക്ക് വീക്കെൻഡിൽ വന്നുകൊണ്ടിരുന്ന ഡ്രസ്സുകളൊക്കെ വന്നത് അമിക് ഡിസൈൻസ് ചെയ്താണ്. ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ ലെറ്ററും കൂടെ വരുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ലെറ്റർ വല്ലതും കിട്ടിയിട്ടുണ്ടായിരുന്നു? പിന്നെ ലെറ്റർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ബിഗ് ബോസ് ലവ് ലെറ്റർ വന്നോ ജാസ്മിന് ഹിന്റ്. ഞാൻ ഒരു സാധനം കണ്ടതാണ്, ബിഗ് ബോസിന്റെ മോളാണ്, അല്ല ലാലേട്ടന്റെ മോളാണ് ഞാൻ, ബിഗ് ബോസിന്റെ മരുമോളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനമേ എനിക്കുള്ളൂ അതിൽ. അത് അങ്ങനെ പറയുന്നത് മേ ബി എന്നെ കുത്താൻ പറയുന്നതായിരിക്കും, പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, ആ ഒരു സാധനമുള്ളൂ. പക്ഷെ എന്നെ ഫേവർ ചെയ്താണ്, അല്ലെങ്കിൽ എനിക്ക് ഫേവർ ചെയ്താണ് ഈ ചാനൽ നിൽക്കുന്നതെന്ന് പറയും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇറങ്ങിയിരുന്നു ഒരു സമയത്ത്, ഇപ്പോഴല്ല ഒരു സമയത്ത്. എന്നെ ആ ചാനൽ ഫേവർ ചെയ്തിട്ടേ ഇല്ല. എന്നെ ഫേവർ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും നെഗറ്റീവ് ഷെയ്ഡായി പുറത്ത് പോവില്ലായിരുന്നു. കാരണം എന്നെ എത്രത്തോളം നെഗറ്റീവായി പ്രൊജക്റ്റ് ചെയ്യാമോ ഞാൻ അങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം അനുഭവിക്കാമോ അതാണ് ഞാൻ അവിടെ അനുഭവിച്ചിട്ടുള്ളത്. അല്ലാതെ എന്നെ ഫേവർ ചെയ്തുകൊണ്ട് ജാസ്മിൻ ജാഫറിനെ ഫേവർ ചെയ്തുകൊണ്ട് ഇന്ന സാധനം എന്താണ് എന്നെ ഫേവർ ചെയ്തിട്ടുള്ളത് അവിടെ? എന്ത് കാര്യമാണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പേരുടെ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ ചപ്പാത്തി തുമ്മുന്നതും അതും ഇതും മറ്റതും മറിച്ചതൊന്നും ഇവരാരും മെയിൻ എപ്പിസോഡിൽ എടുത്തത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. ജാസ്മിൻ ഒരു ടിഷ്യൂ കളയുന്നത് വരെ അത് സൂം ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് അവർ നെഗറ്റീവ് ഷെയ്ഡാണ് എന്നെ ഒരു സമയം വരെയും ഭയങ്കരമായിട്ട്, എൻ്റെ ഒരു പോസിറ്റീവുകളും എൻ്റെ ഒരു നല്ലതും എവിടെയും അവർ കാണിച്ചിട്ടില്ല. അതിലെവിടാണ് എന്നെ ഫേവർ ചെയ്തേക്കുന്നത്? ഈവൻ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ആഫ്റ്റർ പാർട്ടിക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം ക്രൂ മെമ്പേഴ്സ് എന്നോടൊന്ന് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം വല്ലാഹി എന്നോടൊന്ന് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് നിന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് അവർ സോറി പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്നതല്ല. അവര് ഒരു എന്ന് പറഞ്ഞാൽ മേ ബി അവരുടെ മൈൻഡിൽ എന്താണ്, ഇപ്പം ഞാൻ ഗബ്രി എന്നുള്ള ഒരു സാധനം അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു ലവ് ട്രാക്ക് പോലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പോലോ അവർ പ്രൊജക്റ്റ് ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ പുറത്ത് നിന്നുകൊണ്ട് ഒരു കൂട്ടം സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വേറെ കുറേ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയില്ലേ, ഞാൻ വിശ്വസിച്ച കുറേ ആൾക്കാർ, ഇതും കൂടെ ഇപ്പൊ ക്ലാഷ് ആയിപ്പോയി. അപ്പം അവർ പറഞ്ഞു, അവരവരുടെ ഭാഗം പറയുന്നു, ഇവർ പറയുന്നു ഇവരൊന്നും ചെയ്തില്ലെന്ന്, അവർ പറയുന്നു അവരൊന്നും ചെയ്തില്ലെന്ന്. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളിതാണ്. ഇപ്പം ഈവൻ എഡിറ്റേഴ്സ് ഉൾപ്പെടെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞങ്ങൾ ഇതെല്ലാം ഉദ്ദേശിച്ചത്, പക്ഷെ ഇതിങ്ങനെ ആയിപ്പോയി. എന്നിട്ട് അവരെല്ലാം എന്നോട് ഒന്ന് പറഞ്ഞു സ്ട്രോങ് ആയിട്ടിരിക്കണം, അതായിട്ടിരിക്കണം, ഇതായിട്ടിരിക്കണം. പിന്നെ നമുക്കിനി അവരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. എന്തെന്ന് പറഞ്ഞു പരാതി പറയും? നശിക്കേണ്ടതും നന്നാവേണ്ടതും ഒക്കെ നശിച്ചും നന്നായും കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അതിലൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലാലേട്ടൻ വരുന്നത് ഒരു തരത്തിലൊരു പേടിയും എന്നാൽ ഒരു ആശ്വാസവും കൂടിയാണ്, ഒരു രസവും കൂടിയാണ്. ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകളെ കുറിച്ചുള്ള ഒരു മനസ്സിലൊരു ആദ്യം ഉണ്ടാവും വരുന്നതിന് മുമ്പ്. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഏറ്റവും രസകരമായ സംഭവം അതല്ലേ? ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണ്. കാരണം നമ്മളെ വഴക്ക് പറയാനാണെങ്കിലും ഇപ്പോൾ എത്ര പേർക്ക് ആ ഒരു ഭാഗ്യമുണ്ട്. ഇപ്പോൾ ജാസ്മിൻ എണ്ണിച്ചിക്കൂ, നമ്മളെ ആരാ അത് പറയുന്നേ? നമ്മളത് പറയുന്ന ലാലേട്ടനാ. അത് എത്രയെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ആ മനുഷ്യന്റെ മനസ്സിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി കഴിഞ്ഞു. ജാസ്മിൻ എന്നുള്ളൊരു മുഖം രജിസ്റ്റർ ആയി കഴിഞ്ഞില്ലേ, അതൊരു ഭാഗ്യമാണ്. അപ്പം ആദ്യമൊക്കെ എനിക്ക് ആദ്യത്തെ ആഴ്ച ലാലേട്ടൻ വരാൻ നേരത്തെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഇത് ലാലേട്ടൻ വരുന്നു, ലാലേട്ടനെ കാണാന്നുള്ളതാണ്. ആദ്യത്തെ ആഴ്ച നല്ലത് കുറെ കിട്ടിയപ്പോൾ രണ്ടാമത്തെ ആഴ്ച തൊട്ട് പേടിയായി തുടങ്ങി. പേരൻസ് മീറ്റിങ്ങിലൊക്കെ വീട്ടുകാർ വരുമല്ലോ, വീട്ടുകാർ വരുമ്പം ടീച്ചർമാരൊക്കെ പറയൂലേ, അപ്പം ആ പേടിയായി തുടങ്ങി. പക്ഷേ ഇന്ന് പൊരിക്കും,
ഇന്നിപ്പോൾ ഒരു പേടി എന്നും പറഞ്ഞ് ആ ഒരു പേടി വന്നു തുടങ്ങി. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ എല്ലാം അങ്ങ് ശീലിച്ച് വഴക്ക് കേട്ടാലും ഞാനതൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ തുടങ്ങി. ലാലേട്ടനല്ലേ, ലാലേട്ടൻ വഴക്ക് കേട്ടാലും എന്ത് കേട്ടാലും ലാലേട്ടനല്ലേ എന്നുള്ള അതൊക്കെ എടുത്തു തുടങ്ങി. അങ്ങനെയൊന്നും കുഴപ്പമില്ല. ശരിക്കും ബിഗ് ബോസ് ഉണ്ടാക്കിയ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഒരു ഫേസും ഒക്കെ ഫേസ് വാല്യൂ ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് സെൻസിൽ ഉള്ളപ്പോഴും അത് പോസിറ്റീവ് ആയിട്ടല്ലേ കാണുന്നത്? ഇപ്പോൾ ഏതാ ഈ ഫേസ് വാല്യൂ കൂടിയത്? ഫേസ് വാല്യൂ കൂടിയത് പോസിറ്റീവ് സെൻസ് അല്ലേന്ന് വെച്ചാല് നമ്മളിപ്പം സത്യം പറയണമെന്നാണോ പറയണം? സത്യം പറയണം. നമുക്ക് ഒരു വിധത്തിൽ നോക്കിയാല് ഇപ്പം ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ പുറത്തിറങ്ങിയാൽ പോലും ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അടുത്ത് വന്നില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് നമ്മുടെ ജാസ്മിൻ, ബിഗ് ബോസിലുള്ള ജാസ്മിൻ എന്നുള്ളൊരു സാധനം അറിയാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫ് നോക്കുമ്പോൾ നമുക്കത് നെഗറ്റീവ് ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊന്നുമില്ല. കുറെ ഫെയിം ഉണ്ടായി, കുറെ കാശുണ്ടായി. ഇപ്പൊ ചോദിക്കാൻ ഫെയിമിനും കാശിനല്ലേ വേണ്ടിയല്ലേ പോയത്? ഉറപ്പായും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനാണ് പോയത്. പക്ഷെ അത് എന്റെ ജീവിതം വെച്ച് കളിക്കാനെന്നുള്ളൊരു സെൻസിലൊന്നും ഞാൻ പോയില്ല. അപ്പൊ കുറെ പേര് ജീവിതം വെച്ച് തന്നെ കൊച്ചു കളിച്ചു എന്ന് പറയാൻ ഞാനായി നിന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതിലോട്ട് എൻ്റെ ജീവിതം വലിച്ചിഴക്കപ്പെടുകയായിരുന്നു ചെയ്തത്. ഞാനായിട്ട് കൊണ്ടിട്ടതല്ല, ഒരു കൂട്ടം ആൾക്കാരത് വലിച്ചിഴക്കുകയും പിന്നെ ഷോയുടെ ഒരു ഇതും. പിന്നെ ഷോ എനിക്ക് വേണ്ടി നിന്നു, എനിക്ക് കപ്പ് തന്നോ? അത്ര എന്നെ ഇതാക്കിയിട്ട് അതിൽ നമുക്ക് ഒരു പരാതിയില്ല. ആ ഒരു നമ്മളെ അവരെന്ത് പ്രൊജക്റ്റ് ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് അവരോടൊന്നും പറയാൻ അല്ലെങ്കിൽ ഇതാക്കാത്ത എൻ്റെ ഒരു സെൻസിലാണ് കേട്ടോ. കാരണം എനിക്ക് ഒരു ഡെയിലി വേജസ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡെയിലി സാലറി അവർ തരുന്നതാണ്. പിന്നെ അവർ പ്രൊജക്റ്റ് ചെയ്ത രീതി അവരുടെ ആ ഒരു റേറ്റിംഗിന് വേണ്ടി അവർ ചെയ്തു. അവർക്ക് ആ റേറ്റിംഗ് കിട്ടിയെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഫൈനൽ 5 വരുമ്പോൾ കപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ല. ഫൈനൽ 5 വരും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നല്ലോ. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പോവും, ഓക്കെ നാളെ പോ, എന്നാ മറ്റന്നപ്പോ, ഈ ഒരു സാധനമായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നെ ഇത്രയും പേര് വെറുക്കുന്നു ഡേ ബൈ ഡേ ഞാൻ അവിടെ കേൾക്കുന്ന ഒരു സാധനം. എന്ത് പറഞ്ഞാലും അവിടെ ഉള്ള എല്ലാ കണ്ടസ്റ്റൻസും നമ്മളെ പറഞ്ഞ് കുത്തുന്ന ഒരു സാധനമാണ്. ജാസ്മിന് അത്രയും ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതി, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ്ലി നമ്മളൊന്ന് പറഞ്ഞു കുത്തുമല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ ഓരോ വീക്കും ഞാൻ സേവ് ആവുമ്പോൾ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ സേവ് ആവുന്നത്? കാരണം എനിക്കറിയാൻ പാടില്ല. പിന്നെ എൻ്റെ മനസ്സിലുണ്ട് യൂട്യൂബ് എന്നുള്ളൊരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ. ഇപ്പം ഋഷി എന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഋഷിക്ക് ഉപ്പുമുളവിന്റെ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ ഋഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഫാൻ ബേസിൽ അവൻ കുറച്ചധികം നാൾ അവിടെ നിൽക്കും. അപ്പം ഞാനും വിചാരിച്ചത് ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്, യൂട്യൂബർ എന്നുള്ള രീതി. ഋഷി അവിടെ ബിഗ് ബോസിന്റെ ഗെയിം കളിച്ചാർക്കും ഇഷ്ടമല്ലെന്നല്ല കേട്ടോ, അതൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 10 കണ്ടസ്റ്റൻസ് വരെ ലാസ്റ്റ് 10 കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ സേവ് ആയി തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു സാധനം വരാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നമുക്ക് ആൾക്കാരുണ്ട് എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ടോപ്പ് 5 വരാൻ നേരത്തും ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചൊന്നുമില്ല. പക്ഷെ ഇവരൊക്കെ വരാൻ നേരത്തെ എൻ്റെ അടുത്ത് റീഎൻട്രി വരാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ടോപ്പ് 5 കാണും എന്നുള്ളത് പറയാൻ നേരത്തെ നമുക്ക് അപ്പൊ ഞാൻ കാണും എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ അഭിമാനമാണ് ഒരേ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ, അതും ഇത്രയും സർവൈവ് ചെയ്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ. അകത്തും പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും ഇത്രയും വെറുപ്പുണ്ടായിട്ടും ഞാൻ നിന്നില്ലേ? അകത്ത് അത്രയും ഒറ്റപ്പെടലുണ്ടായിട്ടും അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അത്രയും ഇതുണ്ടായിട്ടും ഞാൻ നിന്നില്ലേ എന്നുള്ള അഭിമാനമുണ്ട്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കി, ഇപ്പൊ ജാസ്മിൻ ഇത്ര സ്ട്രോങ് ആണ്, ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനമൊന്നുമല്ല, നമുക്ക് വരുന്നതാണ്. കാരണം തനിയെ വരുന്നതാണ്. ഇപ്പൊ ഞാൻ ഓക്കെ ജാസ്മിൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 23 വയസ്സിൽ എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുന്നില്ല. എനിക്ക് നല്ല വീക്കായിട്ടുള്ള സമയം കൊണ്ട് ഞാൻ രാത്രി ഇരുന്ന് പട്ടി നിനക്ക് മോങ്ങാറുണ്ട്. റസ്മിനോട് ചോദിച്ചാൽ അറിയാം, റസ്മിൻ്റെ അടുത്ത് ഞാൻ റസ്മിനെ കെട്ടിപ്പിടിച്ചിരുന്ന ഒന്നും മിണ്ടാതെ സൈലൻസിൽ പോകുന്ന സമയമുണ്ട്. പക്ഷെ അവിടെ നമ്മളെ പിടിച്ച് കൈവേറ്റി കൊണ്ടുവരാൻ ആരും കാണൂല, നമ്മളെ കാണത്തുള്ളൂ. നമുക്ക് കയറി വരണമെന്ന് വിചാരിച്ചാൽ കുറെ പേര് വിചാരിച്ചു, ഞാൻ ഓപ്പണായി പറയുകയാണെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നവരെ വിചാരിച്ച ആൾക്കാരുണ്ട്, വിചാരിച്ചവരുണ്ട്. സൈബർ ബുള്ളിങ് ആണ് ഈ കൊച്ചിന് പുറത്തിറങ്ങിയ ജീവിക്കത്തില്ല. ഞാൻ സൂയിസൈഡ് ചെയ്ത് ആർക്ക് പോയി? എനിക്ക് പോയി, എൻ്റെ തള്ളയ്ക്കും തന്തയ്ക്കും പോയി, അല്ലാതെ ആർക്കും പോകത്തില്ല. ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് വിചാരിച്ചോ, അത് വിറ്റ് കാശാക്കും. കൊച്ച് ഇപ്പൊ ഇന്ന് പറഞ്ഞവന്മാര്, ഇന്ന് എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞവന്മാര് നാളെ വന്നിരുന്നിട്ട് പറയും ബാക്കിയുള്ള ഒരു സൈബർ ബുള്ളി ഇവനും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു സാധനം പറഞ്ഞു, അല്ലെങ്കിൽ കുറെ പേര് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം അവളുടെ കയ്യിലിരിപ്പുണ്ടാ, അവളുടെ ആർക്കും പോകത്തില്ല, എനിക്കേ പോകത്തുള്ളൂ. അതുകൊണ്ട് എന്തിനും നമ്മൾ തന്നെ എണ്ണിച്ചു വരിക. അതിനിടയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സാധനം ഞാൻ കണ്ടത്, നിങ്ങൾക്ക് അർജുനും ജാസ്മിനുമായിട്ടുള്ള അവസാനത്തെ ടാസ്കുകളിൽ ഒന്നില് നിങ്ങൾക്ക് രണ്ടുപേരെ ഇമിറ്റേറ്റ് ചെയ്യാൻ കിട്ടി. ഒന്ന് സിജോയെയാണ് തീ തുപ്പുന്ന സിജോയും, അതേപോലെ അർജുന് നോറയും കിട്ടി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ സീനിൽ
നീ ഒന്ന് ഇതൊന്ന് തുപ്പി കത്തിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ജാസ്മിൻ പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത് നീ ഈ കണ്ണീരൊന്ന് എനിക്ക് തിളപ്പിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീതുമായിട്ടൊക്കെ ഒരു അവസാന ഘട്ടത്തിലാണ് അങ്ങനെ ഒരു രസമുള്ളൊരു കോംബോ വരുന്നത്. ആ സമയത്ത് അർജുനുമായിട്ട് കുറച്ചുകൂടി ഡിപ്പെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ജാസ്മിനെ കാണാമായിരുന്നു. അർജുനുമായിട്ടുള്ള ആ സമയത്ത് ഒരു സന്തോഷം പറയാമോ? അർജുനായിട്ട് മാത്രമല്ല, എനിക്ക് ശ്രീതുമായിട്ടും ആ സമയത്ത് ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരാണ് എപ്പോഴും ഒരുമിച്ച് നടക്കാറുള്ളത്. അപ്പം എന്താ, നമുക്ക് ആ ഒരു സാധനം കിട്ടുമ്പോൾ നമ്മളോട് എന്തെങ്കിലും പറയുന്നവരുടെ നമുക്ക് തിരിച്ച് കൗണ്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ കാക്കാരത്ത് കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കേട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തരുന്നതിനനുസരിച്ച് എനിക്ക് തിരിച്ചും കിട്ടിയാലേ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനും അവനും തമ്മിൽ ആ ഒരു വൈബാ, കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ്. ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ അവൻ തിരിച്ചു തരും, ഇല്ലെങ്കിൽ എന്റെ വായന എന്തെങ്കിലും കിട്ടുമ്പോൾ അവൻ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഡിപ്പെൻഡൻസി ഒന്നുമില്ല അവിടെ. ഞാൻ ഡിപ്പെൻഡഡ് ആയിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഗബ്രി ആയിരുന്നു. റസ്മിന്റെ അടുത്ത് പോലും ഞാൻ അത്രയും ഡിപ്പെൻഡഡ് ആയിരുന്നില്ല. അവൻ പോയി കഴിഞ്ഞ് പിന്നെ റസ്മിനും പോയി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യരുടെ അടുത്തും അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ കിടിലായിട്ടാണ് ഇത് പഠിച്ചു ഞാൻ. അപ്പൊ അതൊന്നുമില്ല. പിന്നെ ബോണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ അതിലും കുറച്ചും കൂടെ ഒരു 3-4 അടി മേളിലാണ് ഇപ്പൊ ആൾക്കാർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവര് കാണുന്നത് കുറച്ച് റീൽസ് അല്ലെങ്കിൽ കുട്ടി കുട്ടി സാധനങ്ങൾ കാണുമ്പോൾ ഇവര് കുറച്ചും കൂടി ഈ ഒരു സാധനത്തിനെ എന്തോ ഒന്ന് കയറ്റി കാണിക്കും, അല്ലെങ്കിൽ ഒന്ന് കയറ്റിയായിരിക്കും അവരുടെ മൈൻഡിലോട്ടില്ല. അത്രത്തോളം ഞങ്ങൾ അവിടെ ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്നല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ അവിടെ ക്ലോസ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര ഇതായിട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് അകത്ത് നിന്ന് നമ്മൾ ഫീൽ ചെയ്യുന്ന സാധനത്തിനെ കഴിയും പുറത്ത് ആൾക്കാർ കാണുന്നത് വേറൊരു ഇതിലാണ്. ഒരുപക്ഷെ അത് ലൈവ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് അത്രയും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പിസോഡ് മാത്രമായിട്ടും അല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് ബൈറ്റ്സ് ആയിട്ട് കാണുന്നവരുടെയും മൈൻഡിലാണ് ഈ ഒരു സാധനം. അത് ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് എടുത്തായിരിക്കും അവരുടെ ഉള്ളിലോട്ട് ചെല്ലുക. ആ സമയത്ത് അർജുൻ ചെയ്ത നോറ രസകരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ ഏറ്റവും രസകരമായ നിമിഷങ്ങളിലൊന്ന് നോറയെ അർജുൻ കാണിച്ച ഒരു സാധനമാണ്. ഭയങ്കരമായിട്ട് രസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മറ്റൊരു ക്യാരക്ടറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ടെൻഷനാണോ ആ സമയത്ത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷനായിരുന്നു, അത് ഇത് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്? എനിക്ക് ചിരിയാവുന്നത് ഇവൻ നോറയെന്ന് മാത്രമല്ല, ഇവനൊരു ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ അടിപൊളിയായിട്ട് ചെയ്യും. ഇവൻ ജാൻമോണി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചിരിച്ച് ചത്തൊരു സാധനമാണ്. ഞാൻ അവിടെ പറയുകയും ചെയ്തത്, ഈ പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഇവൻ ജാൻമോണി ചേച്ചിയായിട്ട് ചെയ്തതാണെന്നുള്ളത്. ഇപ്പൊ നോറയായിട്ട് ചെയ്യുമ്പോൾ ഇവൻ ബാത്റൂമിന്റെ സൈഡിൽ പോയിരുന്ന് കരയുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇവ ഇങ്ങനെ ഇരുന്ന്, അപ്പൊ അഭിഷേകായിട്ട് ചെയ്യുന്ന നോറയാണ്. അപ്പൊ നോറ വന്നിട്ട് ഇങ്ങനെ പറയും, നിന്റെ സൗണ്ട് എന്തോ എനിക്കിത് കേൾക്കണ്ട, അങ്ങനെ എന്തൊക്കെയോ ഡയലോഗ് പറയാൻ നേരത്ത് ഇപ്പം പറയും നിനക്കത് പറയാം. നോറ പറയുന്ന അഭിഷേകിനോടാണ് കേട്ടോ, നിനക്കത് പറയാം, കാരണം നിനക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടി, എനിക്കിനിയിപ്പോ ഇതൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പം കുറെ കൗണ്ടർ ചെയ്തത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളവിടെ സിജോ ആയിട്ട് നിൽക്കുകയാണ്, ചിരിയും വരും. പക്ഷെ ചിരിയൊക്കെ എന്നിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ നിൽക്കും. പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിച്ചു. അവന്റെ ഒരു ഇങ്ങനെ ഒരു ഓട്ടമൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്യണം. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ, ഒരു ടാസ്ക് കിട്ടിയാൽ അവൻ വളരെ ഭംഗിയായിട്ട് ചെയ്യും. ആ സമയത്ത് നോറയെ ബിഗ് ബോസിലേക്ക് വരുമെന്ന് വിളിക്കുമ്പോൾ ഒറിജിനൽ നോറ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ ആ നോറയല്ല, കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച നോറയാണ് പോകുന്നത്. അങ്ങനെ രസകരമായിരുന്നു ഒരു സംഗതി എന്ന് പറയുന്നത്. ഈ ശ്രീതു അർജുൻ കോംബോ ഇടയ്ക്ക് നല്ല വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം ചില കണ്ടന്റ്സ് എല്ലാ ബിഗ് ബോസിലും ഉണ്ടാവാറുണ്ട്. അത്തരം കണ്ടന്റ്സ്, ഒരു സുഖകരമായ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും ശ്രമിക്കുന്നുണ്ടാവാം. അവരുടെ ഒരു കോംബോയും അവരുടെ ആ പോക്കും പിന്നെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ല അത് പോയത് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും അതിനകത്ത് എന്താണ് എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ജാസ്മിൻ എങ്ങനെയാണ് നോക്കിക്കണ്ടത് അർജുനെയും ശ്രീതുവിനെ? ഞാനത് ഈ പുറത്ത് പറയുന്ന ഈ കോംബോ എന്നൊരു വേർഡ് പോലും ഞാൻ അവരെ നോക്കി കാണുന്നില്ല. ഞാൻ അവരെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ അർജുൻ ശ്രീതു അവർ തമ്മിലുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പൊ അതിനകത്ത് വന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് നമ്മുടെ ഒരു സീസണിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഭയങ്കര ഒറിജിനൽ ആയിരുന്നു. അപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവരെന്നെ മുമ്പേ പറയും നമുക്കിങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഈ അർജുൻ ശ്രീതു ഞാൻ കണ്ടതിൽ വെച്ച് ഇവരൊരു ക്രിയേറ്റ് ചെയ്തതോ ഒന്നുമല്ല. അത് ഓട്ടോമാറ്റിക്കലി അവർ തമ്മിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ കൊടുക്കുന്നത് അവർ തമ്മിൽ നാച്ചുറൽ ആയിട്ട് വന്നൊരു സാധനം. അതിപ്പോ ഈ അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും എൻ്റെ മനസ്സിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇവർ തമ്മിലുള്ള ബോണ്ട് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഈ പുറത്ത് പറയുന്ന പലതും അല്ലെന്നും എനിക്കറിയാം, എന്നാൽ അവർ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹബന്ധം ഉണ്ടെന്നും എനിക്കറിയാം. അതിനകത്ത് ഞാൻ ഈ കോംബോ എന്ന് പറഞ്ഞ് വിലയിരുത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അവർ തമ്മിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാ. എന്നും അങ്ങനെ നിലനിൽക്കട്ടെ. ജാസ്മിൻ ശരിക്കും ജെനുവിൻ ആയിട്ടാണ് അതിനകത്ത് ബിഹേവ് ചെയ്യുന്നതാണ് പൊതു അഭിപ്രായം. ജാസ്മിൻ അതിനു മുമ്പ് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ
എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം, എന്തായിരുന്നു ജാസ്മിൻ അകത്ത് പോകുമ്പോഴും, അല്ലെങ്കിൽ അകത്ത് പോയിട്ട് ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റേജസ് വരുന്നുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ഇങ്ങനെ നിന്നാൽ മതി എന്ന് തീരുമാനിക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പോയത് എന്തുകൊണ്ടാണ്? ബിഗ് ബോസ് ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സീസൺ 1 തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. കാരണം എൻ്റെ കൊച്ചിലെ എൻ്റെ ഒരു +1 +2 സമയത്തൊക്കെയാണ് ഞാൻ സീസൺ 1 കാണുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള ബിഗ് ബോസുകളൊന്നും എല്ലാം കണ്ടിട്ടുള്ള ഒരാളല്ല. നമ്മൾ ക്ലിപ്പ് ബൈറ്റ്സ് കാണുക, എന്നാലും ഏറെക്കുറെ അറിയാം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക്. പിന്നെ നമുക്കറിയാം ബിഗ് ബോസ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ്, അതിനകത്ത് എന്ത് നടന്നാൽ പുറത്ത് ഇങ്ങനെയൊക്കെ വരുമെന്നുള്ള ഏകദേശ ഐഡിയ നമുക്കുണ്ട്. എന്നാലും നമുക്ക് അറിയാത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിത് ഗാലറിയിൽ ഇരുന്നേ കളി കാണുന്നുള്ളൂ. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നില്ല. നമുക്ക് പുറത്തിരുന്ന അഭിപ്രായങ്ങൾ നോക്കാനോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനും എളുപ്പമാണ്. പക്ഷേ നമ്മൾ അതിനകത്ത് ഇറങ്ങുമ്പോഴാണ് എന്താണ് ശരിക്കും അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് ശരിക്കും പുറത്ത് വിടുന്നതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ അതിനെ വിലയിരുത്തുന്നതെന്നൊക്കെ നമുക്ക് പിന്നെയും മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ അതിനകത്ത് ഇറങ്ങിയപ്പോഴേ എനിക്ക് അറിയത്തുള്ളൂ ശരിക്കും എന്താണ് ബിഗ് ബോസിനകത്ത് ഉള്ളതെല്ലാം പുറത്ത് വരുന്നുണ്ടോ, ഇല്ല പാതിയെ വരുന്നുള്ളൂ, കാൽഭാഗമേ വരുന്നുള്ളൂ, ഇല്ല അവർക്ക് കാണിക്കാൻ താല്പര്യമുള്ളതാണോ വരുന്നത് എന്നൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ലേ, അല്ലെങ്കിൽ വെറുക്കുന്നുണ്ടോ വെറുക്കുന്നില്ലേ, അതൊക്കെ സെക്കൻഡ് മാറ്ററാണ്. ബട്ട് ഞാൻ എന്താണോ ഞാൻ അതായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഫേക്ക് ചെയ്തിട്ടില്ല. ഷോയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, നാട്ടിലേക്ക് വരുമ്പോൾ ആണ് ശരിക്കും ഇതിന്റെ പിക്ചർ എന്താണെന്ന് മനസ്സിലാവുക എല്ലാവർക്കും. ജാസ്മിൻ എന്തായിരുന്നു, ഇല്ലെങ്കിൽ ജാസ്മിൻ എന്താണ് നമ്മുടെയൊക്കെ മനസ്സിലെന്നുള്ളത് ജാസ്മിൻ മനസ്സിലാക്കിയെടുത്തോ? എനിക്ക് അകത്തുണ്ടായിരുന്ന സമയത്ത് ഈ വൈൽഡ് കാർഡ് വന്നില്ലേ, ആ ഒരു സമയത്ത് എനിക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം വൈൽഡ് കാർഡായിട്ട് വന്ന കണ്ടസ്റ്റൻസ് ആയാലും നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി. ഇപ്പം നമുക്ക് അവിടെ ഫസ്റ്റ് തന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓരോരുത്തരെ പറ്റി പറയാന്നുള്ളത്. ഏറ്റവും കൂതറായിട്ട് പറഞ്ഞതിനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടുമല്ലോ, കുറച്ചൊരു ഇങ്ങനെ ആയിരിക്കും എന്നാൽ പുറത്ത്, അല്ലെങ്കിൽ ഇതായിരിക്കും എന്നുള്ളത്. പിന്നെ അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ജാസ്മിൻ അങ്ങേയറ്റം ഹെയ്റ്റ് ആണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നാലും അവർ പറയാറുണ്ട് ജാസ്മിൻ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട, ജാസ്മിൻ സംസാരിച്ചാൽ ഞങ്ങളും കൂടെ മോശപ്പെട്ടു പോത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവർ പറയാറുണ്ട്. അപ്പോഴും ഞാൻ അന്നും അവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കാറ്റ് ഒരു വശത്തോട്ട് മാത്രം വീശില്ല, തിരിഞ്ഞും മറിഞ്ഞും വീശും, അത് വീശേണ്ട സമയമാകുമ്പോൾ വീശും. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഹെയ്റ്റ്. നമുക്ക് ഇപ്പം ഇതിൻ്റെ പുറത്ത് ഇറങ്ങുമ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് അപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഹെയ്റ്റ് എന്ന്. അപ്പം ഇപ്പം ഞാൻ പുറത്ത് ഇറങ്ങിയപ്പോൾ കുറേ പേര് ഇപ്പോഴും എനിക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഹെയ്റ്റ് എന്ന്. അപ്പോഴും എനിക്ക് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാണുന്നത് വെച്ചിട്ടാണ് ആൾക്കാർ ഹെയ്റ്റ് ചെയ്യുന്നത്. കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഇവർ കാണാൻ അറിയുന്നില്ലെന്നല്ല, അവർ കാണുന്നില്ല, കാണിക്കുന്നതല്ലേ ജനങ്ങൾ കാണത്തുള്ളൂ. സോ അങ്ങനെ ജാസ്മിൻ ആദ്യം മുതൽ തന്നെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരുന്നു. ഇപ്പോൾ റോക്കി എന്ന് പറയുന്ന നമ്മൾ കിടിലമായിട്ട് ചിത്രീകരിച്ച ഒരാൾ അതിനകത്ത് നിന്ന് സംസാരിക്കുന്ന സമയം മുതൽ ജാസ്മിൻ ഇടപെട്ട് തുടങ്ങിയതാണ്. അന്ന് മുതൽ ജാസ്മിനെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി, ഇടപെടുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. അത് എൻ്റെ വരെ തുടർന്നു എന്നുള്ളതാണ് ജാസ്മിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. ഇത് ബിഗ് ബോസ് കണ്ടതിൻ്റെ ഒരു ധാരണയാണോ, അതേ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ബോധമുണ്ടോ ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രതികരിക്കണമെന്ന്? എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ പ്രതികരിച്ചത്? അതൊരു ഗെയിമാണെന്ന് കോൺഷ്യസ്നെസ്സോടുകൂടി ചെയ്തതാണോ? അല്ലല്ല, അങ്ങനൊന്നുമില്ല. എനിക്ക് പണ്ട് തൊട്ടേ പണ്ട് മാമ എൻ്റെ അടുത്ത് പറയായിരുന്നു, വഴി കൂടെ പോകുന്ന വള്ളി ഏണി വെച്ച് എത്തിക്കറിയാൻ പിടിക്കും എന്നുള്ളത്. അത് ഇപ്പൊ എന്റെ കേസെന്ന് മാത്രമല്ല, ഇപ്പൊ എന്റെ അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിലും എന്തെങ്കിലും വള്ളി ഉണ്ടെങ്കിൽ അതിൽ കയറി പിടിച്ച് ലാസ്റ്റ് ആ വള്ളി എന്റെ തലയിൽ വരുന്ന ഒരു സിറ്റുവേഷനിലേ വന്ന് എത്താറുള്ളൂ. അത് പണ്ട് തൊട്ടേ എനിക്ക് ആ സ്വഭാവം ഉള്ളതാ. അല്ലാതെ ഇതിനു വേണ്ടി ഞാനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു സാധനവും ഈ പറയുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അടിയാണെങ്കിലും വഴക്കാണെങ്കിലും ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനമല്ല. ഞാൻ അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ്. ആ ദേഷ്യവും ഇതൊക്കെ എനിക്കുള്ളതാണ്. പലർക്കും അത് പ്രശ്നമായിരിക്കും, പക്ഷെ അത് ഞാനാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഞാനിങ്ങനെ ആയിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു തിരക്കുള്ള ടൈമിലേക്ക് പോവുകയാണ്. അത്യാവശ്യം ഷോസ് ഒക്കെ ആൾക്കാർ വിളിക്കുകയോ എന്തെങ്കിലും ചാൻസ് ഒക്കെ വിളിക്കുകയോ ഒക്കെ ചെയ്തോ? സിനിമ വരുന്നുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. സിനിമയൊക്കെ വരട്ടെ, എന്തെങ്കിലുമൊക്കെ കൺഫേം ഒക്കെ ആകുമ്പോൾ പറയാം. ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും ഞാൻ പറയുന്നില്ല. ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ ചെറിയൊരു ലീഡ് കൊടുക്കാമല്ലോ. വേണ്ട, ആവട്ടെ. ആവുന്നതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത്രയും ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉള്ളിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും ഫൈറ്റ് ചെയ്യുക, ഫൈറ്റിംഗ് സ്പിരിറ്റ് എങ്ങനെയായിരിക്കും കാണിക്കുക എന്ന് തോന്നുന്നില്ലേ? നിങ്ങളെ പോലെ ഒന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അതങ്ങനെ പിടിച്ചു നിന്നതിന് എന്താ പറയുക, നമ്മളെയൊക്കെ ഒരു മാതൃക കാണിച്ചതിന് നന്ദിയുണ്ട്. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ നന്ദി. താങ്ക് യു.